കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. നമ്മൾ സാധാരണ രീതിയിൽ കല്യാണങ്ങൾക്ക് പോകുമ്പം സദ്യക്ക് വിളമ്പുന്ന ഒരു പിങ്ക് കളർ പാലട ഉണ്ടല്ലോ, ആ പാലട പായസം നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു വലിയൊരു കുക്കർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിപ്പം പാലും പഞ്ചസാരയും എല്ലാം ചേർത്ത് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ചെറിയ കുക്കറാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്കും പാലെല്ലാം പുറത്തോട്ട് വരികയും അപ്പൊ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ കണക്കിന് വ്യത്യാസം വരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള പോലെ ഒരു 5 ലിറ്ററിന്റെ കുക്കർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ കുക്കറിലോട്ട് 2 ലിറ്റർ ഫ്രഷ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്, അതായത് ഫുൾ ഫാറ്റ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നല്ല ഹൈയിൽ വെക്കുക, അതായത് നല്ല കൂടുതൽ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ തിളപ്പിക്കാന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അരികത്തൊന്നും പിടിക്കാനൊന്നും പാടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കാം, നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാല് ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഫുൾ ഫാറ്റ് പാല് തന്നെ ആയിരിക്കണം. ലോ ഫാറ്റ് പാല് അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാല് അല്ലെങ്കിൽ നമ്മൾ ഈ ടെട്രാ പാക്കിലൊക്കെ വരുന്ന പാലുണ്ടല്ലോ, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ മിൽക്ക്, അതൊന്നും തന്നെ ഉപയോഗിക്കരുത്. അതെല്ലാം ഉപയോഗിച്ചാൽ അത് ഫുൾ ഫാറ്റ് ആണെന്ന് പറഞ്ഞ് ഉപയോഗിച്ചാൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചറും കൺസിസ്റ്റൻസിയും കിട്ടില്ല. അപ്പൊ നല്ല പശുവിൻ പാല് തന്നെ ഉപയോഗിക്കുക, ഫുൾ ഫാറ്റ് പാല്. ഇപ്പൊ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് തീ കൂട്ടി തന്നെ വെക്കുക, അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് വിസിലിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മൂടി വെച്ച് ഒരൊറ്റ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കുവാറ് ഒരു 5-6 മിനിറ്റിനുള്ളിൽ വരും, ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ അങ്ങനെ അങ്ങോട്ട് വേവിക്കാനാക്കി വെക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പം ചില സമയത്ത് ഈ ഒരു സമയത്ത് 2-3 ചെറിയ വിസിൽ വന്നുകൂടാന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ അതിനേലും കുറവ് ഫ്ലെയിം വെക്കാൻ പറ്റും, അത്രയും കുറവിലോട്ട് വെക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ 2-3 വിസിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ച് കളയുക, ബാക്കിയുള്ള പാല് തുടച്ച് കളയുക പുറത്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കതൊരു 50 മിനിറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് എന്താ നടക്കണേന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ പഞ്ചസാരയും പാലും ചേർന്ന് നന്നായിട്ട് വറ്റി കാരമലൈസ് ആയിട്ട് വരാൻ പോവാണ്. അതിനാണ് നമ്മൾ ഈ ഒരു 50 മിനിറ്റ് സമയം കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് അട വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വാങ്ങിച്ചത് 200 ഗ്രാമിന്റെ പാക്കറ്റാണ്. എനിക്ക് 200 ഗ്രാമിന്റെ അട പാക്കറ്റാണ് സാധാരണ കിട്ടാറുള്ളത്. അപ്പൊ ചെറിയ അടയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും. അപ്പൊ ഈ അട എടുത്ത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകണം. അങ്ങനെ കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ന്യൂഡിൽസ് ഒക്കെ എങ്ങനെയാണ് വേവിച്ചെടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ അടയും വേവിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ചെയ്തത് ഒരു പാനിൽ കുറേ വെള്ളം ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് വേണം നമ്മൾ ഈ അട ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് സൈഡിലും താഴെ ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വേകുന്നവരെ അങ്ങനെ ചെയ്യാം. അപ്പൊ ചില ഇട പെട്ടെന്ന് വേകും, ചില ഇടയ്ക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പൊ ഏതൊക്കെയായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പം എന്താ ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ന്യൂഡിൽസ് എങ്ങനെയാണോ ഡ്രെയിൻ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഒരു അരിപ്പയിലോട്ടോ മറ്റോ നമുക്കത് മാറ്റി വെച്ചിട്ട് കുറച്ച് ടാപ്പ് വാട്ടറും അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഡ്രെയിൻ ചെയ്തത് വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള അടയാണ് ഇത്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാനിലോട്ട് ഒരു വലിയ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ഉരുകി തുടങ്ങുമ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ അടയുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 5-6 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട, ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താലും മതി. അപ്പൊ ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടയ്ക്ക് നല്ലൊരു സ്മെല്ല് വരും, നമ്മുടെ പായസത്തിന് അതുകൊണ്ട് കൂടുതൽ സ്വാദ് കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു 5-6 മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യേണ്ട. അതിനുശേഷം നമുക്കത് മാറ്റി വെക്കാം.
45 മിനിറ്റിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതായത് തീ കെടുത്തി വെച്ചതിന് ശേഷം ഈ കുക്കറിന്റെ പ്രഷർ തനത്താനെ റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളായിട്ട് അത് കളയരുത്, കാരണം അത് തനത്താനെ പോകണം. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്കത് തുറന്നു നോക്കാം. പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ തുറന്നു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതേപോലെ നല്ലൊരു പിങ്ക് കളറാണ്. ശരിക്കും നമ്മുടെ സദ്യകൾക്കൊക്കെ കിട്ടുന്ന അതേ പിങ്ക് കളറാണ് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ, ആ അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. കാരണം ആ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകൂല, കൂടുതൽ പഞ്ചസാര വേണം. പക്ഷെ നമ്മൾ കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെക്കും. ഒരു മീഡിയം തീ വെച്ചിട്ട് നമുക്കിത് വീണ്ടും ഇളക്കി എടുക്കാം. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു വെള്ളം പോലത്തെ ഒരു ടെക്സ്ചർ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും കൂടുതൽ വെള്ളമല്ല, എന്ന് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ അടയും ചേർത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. അപ്പൊ പഞ്ചസാര ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അധികം മധുരം കാണില്ല. അപ്പൊ അതുകൊണ്ട് കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. കാരണം നമ്മളിത് കുറുക്കി എടുക്കുമ്പം ഈ പാലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് എടുക്കുവാണ്, അതായത് പാല് വറ്റിച്ചെടുക്കുവാണ്. അപ്പൊ വറ്റിച്ചെടുക്കുമ്പോൾ കൂടുതൽ മധുരമായി പോകും. അതുകൊണ്ട് ഇടയ്ക്ക് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഒറ്റയടിക്ക് ഒരുപാട് പഞ്ചസാര ചേർക്കരുത്. അപ്പൊ ഇതിലത്തെ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസം വരുത്താം. അതായത് ഇനി ചേർക്കാനുള്ള പഞ്ചസാര നമ്മൾ കുക്കറിൽ ചേർക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. ഇനി ചേർക്കുന്ന പഞ്ചസാര നമ്മളുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാം കൂടെ പഞ്ചസാര ചേർക്കരുത്, മധുരം ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. പിന്നെ അവിടുന്ന് ഇളക്കാം. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പം വീണ്ടും നോക്കുക ടേസ്റ്റ്, എന്നിട്ട് വീണ്ടും കുറച്ച് ചേർക്കാം. അതുപോലെ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അട ശരിക്കും പറഞ്ഞാൽ നല്ല കട്ട പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ അത് കുഴപ്പമില്ല, കട്ട പിടിച്ചാലും അത് നമ്മുടെ സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തവിയിൽ എടുത്തിട്ട് നമുക്ക് വേറൊരു സ്പൂണും കൊണ്ടൊക്കെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ അടയെല്ലാം വിട്ട് പോരും. അപ്പൊ അട കട്ട പിടിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ അത് വെടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതേപോലെ നമ്മൾ കുക്കർ തുറന്നതിന് ശേഷവും കൃത്യം അരമണിക്കൂറാണ് ഞാൻ ചെയ്തത്. അതായത് ഒരു അരമണിക്കൂർ 35 മിനിറ്റിന് ഇടയ്ക്കുള്ള സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് യാതൊരു കാരണവശാലും വിട്ടേച്ചും പോകരുത്. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കുകയും സൈഡിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നമ്മളുടെ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറേശ്ശെ റെഡ്യൂസ് ആയി വരും. അങ്ങനെ നല്ലൊരു കുറുക്ക് പരുവായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാലട. അപ്പോൾ പാൽ ഒരുപാട് കുറുകയും പോകരുത്, കാരണം അത് ഇരുന്ന് കുറുകും. പക്ഷെ ഈ ഒരു കണക്കിന് നിങ്ങൾ കൃത്യം അരമണിക്കൂറിട്ട് ചെയ്യുവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് കുറുക്ക് ലെവലിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അത് കൂടുതൽ കുറുകാനൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കി ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഉപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. പിന്നെ യാതൊരു കാരണവശാലും ഉപ്പ് അട ചേർത്ത ഉടനെ, അതായത് ആദ്യമേ തന്നെ ചേർക്കരുത്. കാരണം ചില അട പെട്ടെന്ന് ഇങ്ങനെ കല്ലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പം എപ്പോഴും ഉപ്പ് ഒരു 20 മിനിറ്റിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പും വേണ്ട, ജസ്റ്റ് ഒരു നുള്ളുപ്പ് മാത്രം ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു ഒറിജിനൽ കളറാണ്. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.